നമസ്കാരം. ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. ജനാധിപത്യ ഇന്ത്യയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായാണ് മോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം വർഗീയ വിദ്വേഷങ്ങൾ പരത്തി ജനങ്ങൾക്കിടയിൽ ജാതീയമായ ഒരു വേർതിരിവ് ഉണ്ടാക്കി രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ മോദി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പരാമർശങ്ങൾ. പ്രധാനമായും ന്യൂനപക്ഷങ്ങളെയാണ് മോദി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ നടത്തിയ മോദിയുടെ വിദ്വേഷ പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടും പ്രതിപക്ഷ പാർട്ടികളും മറ്റും മോദിക്കെതിരെ തിരിഞ്ഞിട്ട് പോലും പരാമർശം പിൻവലിക്കാതെ തുടരെ സമാനമായ രീതിയിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി ചെയ്യുന്നത്. മോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ബിജെപിയിലെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മോദിയെ വിമർശിച്ച ന്യൂനപക്ഷ മോർച്ച നേതാവിനെ ബിജെപി പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ബിജെപി പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ ന്യൂനപക്ഷ മോർച്ച നേതാവ് ഉസ്മാൻ ഖനിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സമാധാന ഭംഗം ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഖനിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മോദിയുടെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസ്താവന വിമർശിച്ച ഖനിയെ ബുധനാഴ്ചയാണ് ബിജെപി പുറത്താക്കിയത്. ഖനി പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കിയെന്നാണ് ബിജെപി പറയുന്നത്. പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഖനിയെ 6 വർഷത്തേക്ക് ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. മോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസ്താവന ഒരു മുസ്ലിം എന്ന നിലയിൽ തനിക്ക് വലിയ നിരാശയുണ്ടാക്കിയെന്ന് ഉസ്മാൻ ഖനി പറഞ്ഞിരുന്നു. മോദിയുടെ പരാമർശം മൂലം രാജസ്ഥാനിൽ ബിജെപിക്ക് തിരിച്ചടിയുണ്ടാകും. ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വോട്ടർമാരെ കാണുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് അവർ ചോദ്യം ചെയ്യുകയാണെന്നും അവരോട് പറയാൻ തനിക്ക് മറുപടിയില്ലെന്നും ഉസ്മാൻ ഖനി പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ബിജെപി പുറത്താക്കിയത്. രാജസ്ഥാനിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസ്താവന നടത്തിയത്. രാജ്യത്തിന്റെ സമ്പത്തിൽ മുസ്ലിങ്ങൾക്കാണ് പ്രഥമ അവകാശമെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞുവെന്നായിരുന്നു മോദിയുടെ പരാമർശം. 2006 ഡിസംബർ 9 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗത്തിൽ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തെ വളച്ചൊടിച്ചായിരുന്നു മോദിയുടെ വിദ്വേഷ പരാമർശം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ പൗരന്മാരുടെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ മക്കളുള്ളവർക്കും നൽകുമെന്നും മോദി പറഞ്ഞിരുന്നു. വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും വേർതിരിച്ച് കാണുന്നില്ല എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് ഇപ്പോൾ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രസംഗം നടത്തിയിട്ടുള്ളതും. പറഞ്ഞത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുന്നവരെ വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവർക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്? ഇതുകൊണ്ട് മോദിക്കെതിരെയും ബിജെപിക്കെതിരെയും കൂടുതൽ വിമർശനങ്ങൾ ഉയരാനേ സാധ്യത കാണുന്നുള്ളൂ. ഇനിയും ഒരു അധികാര തുടർച്ച മോദിയുടെ കൈകളിൽ കിട്ടുകയാണെങ്കിൽ രാജ്യത്തിന്റെ കാര്യത്തിലും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനമാകുമെന്നത് ഉറപ്പാണ്. കാരണം അത്തരത്തിലുള്ള തന്ത്രങ്ങളുമായാണ് മോദി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മോദി സർക്കാർ താഴെ ഇറങ്ങാതെ രാജ്യം രക്ഷപ്പെടില്ല എന്നതാണ് സത്യം.